ശ്രീ പി എം മാഷ്, ഒന്ന് വ്യക്തിപരമായ അധിക്ഷേപം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. ജിൻഡോയും ഗോകുലും ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ നിലപാടിതാണോ? പാർട്ടിക്കാരടക്കം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഗവർണർ തനിക്ക് കിട്ടാത്ത നീതി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 മണിക്കൂർ വഴിയിൽ കുത്തിയിരുന്നതിന് ന്യായമായി പറയുന്ന കാര്യം. ഗവർണർക്ക് എവിടെയും നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഒരനുഭവം നമ്മുടെ മുൻപിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഈ ഘട്ടം വരെ ഏതെങ്കിലും അവസരത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ വീഴ്ച സംഭവിച്ചതിന്റെ ഒരനുഭവം നമ്മുടെ മുൻപിലുണ്ടോ? ഇല്ല. അങ്ങനെ അവിടെ സുരക്ഷ അതിനകത്ത് എവിടെയും സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആവർത്തിച്ച് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ട് അദ്ദേഹം കാറ് നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു, പുറത്തിറങ്ങി സമരക്കാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നു. ഈ നിലയിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ SFI ഒരു ഘട്ടത്തിലും ഒരു സമരത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായി ഇതിനു മുൻപ് പലയാവർത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് സമരങ്ങളിലൂടെ തന്നെയാണ് നാട് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്കും സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. അതിനകത്തൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. SFIക്കും അതുമായി ബന്ധപ്പെട്ട് മറിച്ച് ഒരഭിപ്രായമില്ല. ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. നേരത്തെ ചോദിച്ചത്, അങ്ങനെ സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നു എന്ന് ആർഷോ പറയുന്ന നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തിയപ്പോൾ ഇതായിരുന്നില്ലല്ലോ എന്ന നിലപാട് അല്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം നടത്തിയ സമയത്തും SFIയെ സംബന്ധിച്ച് നിലപാടിനകത്ത് വേറെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. സമരവുമായി ബന്ധപ്പെട്ട് SFIയുടെ നിലപാട് ആ ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ട ആഴ്ചകളോളം നമ്മൾ ചർച്ച നടത്തിയാണല്ലോ. നമുക്ക് ഈ ഘട്ടത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ ബാധിക്കുന്ന, സർവകലാശാലകളെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞങ്ങൾ വെറുതെ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഇദ്ദേഹം നോമിനേറ്റ് ചെയ്ത സെനറ്റ് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടൽ നടത്തുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിനെതിരെ വലിയ അമർഷം കേരളത്തിനകത്ത് വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്. വലിയ അമർഷം വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് SFIയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് വരുന്ന നാടുകളിലും തുടർന്നു പോകുമെന്നുള്ളതിനകത്ത്